ജയചന്ദ്രൻ, ഇവിടെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്, അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കൂടി സജീവമാണ്. ബി.ജെ.പി. നേതാക്കളെ ഒന്നും കാര്യമായി രംഗത്ത് കാണാത്തത് അവർ ഭയപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്, പ്രതിക്കൂട്ടിലാകുമെന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയാണ്. ഈ നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ച അൻവറിനെ പാർട്ടി CPM തന്നെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ബി.ജെ.പിക്ക് ഈ വിഷയങ്ങളിലൊക്കെയുള്ള നിലപാട്? നോക്കൂ, കേരളത്തിലെ മാധ്യമ ലോകത്തെയും രാഷ്ട്രീയ വേദികളെയും ഏതാണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഒരു CPIM-ന്റെ ഒരു സ്വതന്ത്ര MLA ഏതാണ്ട് വട്ടം കറക്കുകയാണ്. ഭരണമുന്നണിയും ഇപ്പോൾ CPM-ഉം സർക്കാരും എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴമാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ചാനലുകളിൽ നിന്ന് സംസാരിക്കുന്നവർക്ക് പോലും ആശയക്കുഴപ്പമുണ്ടാകുന്നു എന്നാണ് ഇന്നത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഇത്രയും കാലം താൻ അനുവർത്തിച്ച മൗനം അദ്ദേഹത്തിന് ഭജിക്കേണ്ടി വന്നിരിക്കുന്നു. അൻവറിന്റെ വാക്കുകളോടുള്ള കടുത്ത അതൃപ്തിയും ഉയർന്നു വരികയാണ്. അൻവറിന്റെ റിലയബിലിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയോടോ ഈ രാജ്യത്തെ ജനകീയതയോടോ കൂറുപുലർത്തുന്ന ആളാണ് എന്ന വിശ്വാസവും എനിക്കില്ല. അദ്ദേഹം രാജ്യത്തെ നിയമത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും കോടതികളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ അതുകൊണ്ടൊന്നും അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന വാദഗതികളെ പാടെ തള്ളിക്കളയാനോ പാടെ ഉൾക്കൊള്ളാനോ നമുക്ക് സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ അമ്പുകൾ ഇന്ന് ആർക്കൊക്കെ എതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ ഭരണകൂടത്തിനെതിരെ, പോലീസ് സേനയ്ക്കെതിരെ, മാർക്സിസ്റ്റ് പാർട്ടി ഏറെ ചർച്ച ചെയ്ത് നിയമിച്ചിരിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, സംവിധാനങ്ങൾക്കെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെ, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള സംഘടനാ സെക്രട്ടറിക്കെതിരെ, ADGP-ക്കെതിരെ ഒരു സംവിധാനമാകെ കളങ്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അൻവർ വിളിച്ചു പറയുന്നതും അൻവറിനോടുള്ള ഇന്നലെ വരെ തുറന്ന മൃദു സമീപനവും പാർട്ടി ഏതോ ഒരു ദശാസന്ധിയിൽ കുഴിയിൽപ്പെട്ട് വട്ടം കറങ്ങുന്ന ബോധ്യമുണ്ടായിരിക്കുന്നു. നോക്കൂ, ഇവിടെ എന്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞ വാക്കുകളല്ല ഇന്ന് ഇടത് ഏകോപന സമിതിയുടെ ചുമതല വഹിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ കോപ്പി സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ പരിധിയിൽ അന്വേഷണത്തിലാണ്. ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് BV അൻവർ. ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ പാല് കൊടുത്ത കൈക്കെതിരെ അൻവർ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു. എതിരാളികളെ ആക്രമിക്കുന്നതിന് വേണ്ടി വായ്ക്ക് യാതൊരു വേലിയുമില്ലാതെ പ്രസംഗിച്ചിരുന്ന അദ്ദേഹത്തെ പിന്തുണച്ച പാർട്ടി തന്നെ ഇന്ന് പാർട്ടിക്കെതിരായിട്ട് അദ്ദേഹം തിരിഞ്ഞിരിക്കുന്നു. ഒരു കാര്യവും കൂടെ ഇവിടെ ശ്രദ്ധിക്കണം. അരുൺകുമാർ പറഞ്ഞത് വിഭിന്നമായിട്ട് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടക്കുകയോ മാധ്യമങ്ങളെ കാണാനോ തയ്യാറായിരുന്നില്ല. ഇന്ന് അദ്ദേഹം അതിന് തയ്യാറായി വന്നപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് കേൾക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം അതിനു മുമ്പ് പത്രസമ്മേളനം നടത്തിയത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. രണ്ടാമത് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പുറമെ ഇതൊന്നും തനിക്ക് ബാധകമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടാമത് പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. എനിക്ക് ആരോടും ഭയപ്പാടില്ല, ആരെയും ഭയക്കാനില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിലെ എന്റെ പാർട്ടിയുടെ ഇന്നത്തെ നേതാവായ പിണറായി വിജയനെ പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. അതിന്റെ ധ്വനി എന്താണ്? എനിക്ക് ആരെയും ഭയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ നിലപാട് ശരിയാണ്. തീർച്ചയായും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ ജയചന്ദ്രൻ. പക്ഷേ ഇതിലെല്ലാം BJP മൗനമായി ഇരിക്കുന്നത് നിങ്ങൾ ഇതിന്റെ ഒരു ഗുണഭോക്താവായതുകൊണ്ടാണോ എന്നായിരുന്നു എന്റെ ചോദ്യം. അല്ല, BJPക്ക് എന്ത് ഗുണമാണ് കിട്ടിയിരിക്കുന്നത്? നിങ്ങളിപ്പോ കുറച്ച് ദിവസമായിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? തൃശ്ശൂർ പൂരമാണല്ലോ രേണുക എടുത്തു പറഞ്ഞത്. രേണുക 6 വർഷമായി തൃശ്ശൂർ പൂരം കലക്കാൻ, 6 വർഷമായി തൃശ്ശൂർ പൂരത്തെ ആനയുടെ എഴുന്നള്ളിപ്പിനെ കുറിച്ച്, വെടിമരുന്ന് ഉപയോഗിപ്പിനെ കുറിച്ച്, ആൾക്കൂട്ടത്തെ കുറിച്ച് 6 വർഷമായില്ലേ തുറന്നു വന്നിട്ട്? അന്നും ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കണം, സത്യം പുറത്തുവിടണം. എന്തേ സർക്കാരിനെ ഒരാഴ്ച കൊണ്ട് പ്രഖ്യാപിക്കാൻ വെച്ച അന്വേഷണ റിപ്പോർട്ട് ഇത്രയും വൈകി? ഇന്നെല്ലാം വെള്ളം പൂശിക്കൊണ്ടുവന്ന റിപ്പോർട്ടിന്റെ വിശ്വാസ്യത എന്താണ്? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും ശ്രമിച്ചത് എന്താണ്? 2 മുന്നണികളും വളരെ കാലെക്കൂട്ടി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പഠിച്ച വഴി 18 നോക്കി. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിന് മാറ്റുകുറവാണെന്നും
അത് നിരത്തി വീണത് ദുശകുലമാണെന്നും അദ്ദേഹത്തിന് ബുദ്ധിയില്ലെന്നും ഒക്കെ പറഞ്ഞു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, രണ്ട് മുന്നണികളും പടിപടിച്ച പണി 18 നോക്കിയിട്ട് 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ച വിജയം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതിയ നരേഷന്റെ പുറകിൽ പോകുന്നവരോട് ഞങ്ങൾക്ക് സത്യത്തില് സഹതാപമാണുള്ളത്. അവർ തൃശ്ശൂർ ജനതയെ അപമാനിക്കുകയല്ലേ. ആ ജനതയ്ക്ക് അവരുടെ രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ പ്രതാപനെ വിജയിപ്പിച്ചപ്പോഴും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചപ്പോഴും അവർക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചപ്പോൾ തോൽപ്പിക്കാൻ പഠിച്ചപടി 18 നോക്കിയപ്പോൾ നടന്നിട്ടില്ലെന്ന് പറയുന്നതിൽ ഞങ്ങൾ എന്തിന് മറുപടി പറയണം? ശരി, അതുകൊണ്ടാണ് മൗനം എന്നതാണ് പറയുന്നത്. പക്ഷേ കൃത്യമായി അതങ്ങനെയല്ല വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ